ഹലോ മൈഡിയേഴ്സ്, ഒരുപാട് പേർ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് സ്കിൻ പ്രോബ്ലംസ്. അത് പല തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ്. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്ത് സ്കിൻ പ്രോബ്ലം വന്നാലും നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുക, നമ്മുടെ അവസ്ഥ പറയുക, മരുന്ന് മേടിച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഓയിൻമെൻറ്റ് മേടിക്കുക. ഇത് തന്നെയാണ് ഓൾമോസ്റ്റ് ആൾക്കാരും ചെയ്യുന്നത്. അപ്പോൾ സ്കിൻ പ്രോബ്ലംസ് നമുക്ക് വെറുതെ വരില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഓർക്കുക. ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും കഴിച്ച ഫുഡ് നമുക്ക് പിടിക്കാതെ വന്നതുകൊണ്ട് അതിൻ്റെ ഒരു അലർജി വന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും പുതിയ ഡ്രസ്സ് നമുക്കത് അലർജി വന്നതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേംസിൻ്റെ പ്രോബ്ലം കലശലായി ഉള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെ പല പല കാരണങ്ങൾ, ഞാൻ കുറച്ച് കാരണങ്ങൾ ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ, പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്കിൻ പ്രോബ്ലംസ് വരാം. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമുക്കത് സ്കിന്നിലൂടെ വരാം. ഇനി ഉള്ളിൽ എന്തെങ്കിലും നമുക്ക് കാര്യമായി തകരാറുണ്ടെങ്കിലും അത് സ്കിന്നിലൂടെ പല തരത്തിലും പുറത്തേക്ക് വരാം. അപ്പോൾ സ്കിന്ന് ആണ് നമുക്ക് പരമപ്രധാനമായ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സ്കിൻ പ്രോബ്ലംസ്, ഇച്ചിങ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ തന്നെ വേംസിൻ്റെ ടാബ്ലറ്റ് കഴിക്കുക. അഡൾട്ട് ഡോസേജ് വേംസിൻ്റെ ടാബ്ലറ്റ് നോർമലി മേടിച്ച് കഴിക്കാം. അത് കഴിച്ചിട്ടും ചിലപ്പോൾ അതോടുകൂടി ചിലർക്ക് ആ ഒരു ഇച്ചിങ് കാര്യങ്ങൾ, ഇൻഫെക്ഷൻസ് ഒക്കെ മാറിയെന്ന് വരും. ഇനി എന്നിട്ടും നിങ്ങൾക്ക് പിന്നെയും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് വേണ്ട പരിശോധനകളൊക്കെ നടത്തി എന്ത് ടൈപ്പ് സ്കിൻ പ്രോബ്ലം ആണോ വന്നിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ചുള്ള ടാബ്ലറ്റ് എടുക്കാൻ പാടുള്ളൂ. ഇതിങ്ങനെ കൊണ്ട് നടന്ന് വഷളാക്കാൻ പാടില്ല. മാത്രമല്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി നമുക്ക് നമ്മുടെ ബ്ലഡിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ. നമ്മളിങ്ങനെ ടൈം വെറുതെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഒരുപാട് പേരുണ്ട് വന്ന് അലർജി ടാബ്ലറ്റ് കഴിച്ച് പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പം ഒരു ഫാർമസിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്കത് അറിയാവുന്ന കാര്യം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെയും വരും. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഒരു പ്രാവശ്യം വന്ന് സെക്കൻഡ് ടൈം കൂടി ഞാൻ നോക്കും. തേർഡ് ടൈം ആ വ്യക്തി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് ഡോക്ടറെ അടുത്ത് പോയി നോക്കണം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോബ്ലംസ് എന്താണെന്ന് അറിയണ്ടേ. അതൊന്ന് നോക്കി ഒന്നുമില്ല, നോ പ്രോബ്ലം എന്നറിഞ്ഞാൽ നമുക്ക് തന്നെ സമാധാനമുണ്ടല്ലോ, നമുക്ക് സന്തോഷമായി. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ ഇതൊന്നും ആരും പറഞ്ഞു തരണമെന്നില്ല, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതോട് തുടർച്ചയായിട്ട് സ്കിൻ പ്രോബ്ലംസ് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കാം. ഇനി സെക്കൻഡ് ടൈം ചിലർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ വജൈനൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. ഭയങ്കര അത് ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു സംഭവമാണ് അവിടെ ഇൻഫെക്ഷൻസ് വരിക എന്നുള്ളത്. അപ്പോൾ അതിൽ പരമപ്രധാനം വൃത്തിഹീനമായ സാഹചര്യമാണ്, വൃത്തിയില്ലായ്മയാണ് ഒരു പ്രധാനപ്പെട്ട സംഭവം. അതായത് ഇപ്പോൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന, ഇപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് യൂസ് ചെയ്താൽ ചിലർക്ക് അത് ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഇൻ്റർകോഴ്സ് ഏർപ്പെടുന്നതിൻ്റെയും ആ ഓപ്പോസിറ്റുള്ള ആൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റുള്ള ആൾക്ക് അത് കണ്ടിന്യൂസ് വന്നെന്ന് വരാം. അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ള വൃത്തിയാക്കൽ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത്. പിന്നെ ഇതുപോലെ തന്നെ അങ്ങനെ ഇൻഫെക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻറ്റിമേറ്റ് വാഷ് കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ചിലർക്ക് ഡോക്ടറെ കാണാനോ പറയാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയ്യോ വേണ്ട എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ വജൈനൽ ഇൻഫെക്ഷൻസ് ഉള്ളത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് ചെയ്യുന്നത് മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുക, ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറയുക, എന്നിട്ട് ടാബ്ലറ്റ്സ് ഉള്ളിൽ വെക്കാനുള്ള ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഗുളിക കഴിക്കുക, അല്ലെങ്കിൽ ഓയിൻമെൻറ്റ് ഇടുക. ഇത് സ്ഥിരമായി ചെയ്യുന്നതാണ്. ഒരിക്കലും നിങ്ങളങ്ങനെ സ്വന്തമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഒരിക്കലും ഉപയോഗിക്കരുത്. കാര്യം എന്തുകൊണ്ടോ ആയിരിക്കും അങ്ങനെ ഒരു ഇൻഫെക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അതിനെന്തെങ്കിലും കാരണം ഉള്ളിൽ യൂട്രസ് സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയോ എന്ന് കാരണം മരുന്ന് ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്കത് പലതരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രോപ്പറായിട്ടുള്ള കാരണം കണ്ടുപിടിച്ച് അതിനുള്ള മരുന്ന് കഴിച്ച് അത് സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുക. അല്ലാതെ ഇത് ഇൻഫെക്ഷൻ വരുമ്പോൾ മരുന്ന് എടുക്കുക, വീണ്ടും കുറച്ച് ആശ്വാസം കിട്ടും, പിന്നെയും ഇൻഫെക്ഷൻ വരുമ്പോൾ മരുന്ന് എടുക്കുക. അങ്ങനെ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഒരുപാട് പേര് വർഷങ്ങളായിട്ട് ഇതുപോലെ ഇൻഫെക്ഷന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഡോക്ടറെ ഇതുവരെയും കാണാത്ത അല്ലെങ്കിൽ ഡോക്ടറെ കാണുകയോ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. കാര്യം വെച്ചാൽ ഏതിന് വേണ്ടിയിട്ടും നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മരുന്നുകൾ എടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് പല തരത്തിലായിരിക്കാം വരുന്നത്. അപ്പോൾ വരുന്ന ഒരു അസുഖം ചിലപ്പോൾ നമുക്ക് ഇതുകൊണ്ടാണെന്ന് ഒരിക്കലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. നമുക്കൊരു മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് എന്ത് അസുഖം വന്നാലും നമുക്ക് ആ മരുന്ന് കഴിച്ചത് കൊണ്ടാണെന്നുള്ളത് ഒരിക്കലും അറിയാൻ പറ്റില്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മരുന്ന് കഴിക്കാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ
വിദേശ രാജ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒന്നും ഇങ്ങനെ ഇവിടുത്തെ പോലെ ഒന്നും മരുന്ന് കഴിക്കാൻ കഴിയില്ല കേട്ടോ. മരുന്ന് ഒരു പനി വന്നാൽ പോലും നമ്മൾ സ്വയം ഇത് പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. അവിടെ അങ്ങനെ മരുന്നൊന്നും കിട്ടത്തില്ല, മരുന്ന് കൊടുക്കുകയില്ല. ഡോക്ടറെ കാണാൻ തന്നെ എന്തൊക്കെയോ കുറേ ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്. നേരത്തെ തന്നെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കണം. അതിനുശേഷം ആ ഒരു കൺസൾട്ടേഷൻ കണ്ടതിന് ശേഷം ആ ഒരു ചീട്ടൊക്കെ കൊണ്ടുപോയിട്ടൊക്കെയാണ് മരുന്നൊക്കെ മേടിക്കാൻ പറ്റുന്നത്. ഇതുപോലെ ക്രമാതീതമായി മരുന്ന് മേടിച്ച് കഴിക്കാൻ പറ്റുന്ന സ്ഥലം എനിക്ക് തോന്നുന്നത് ഉള്ളി കേരളം മാത്രമായിരിക്കും. അപ്പോൾ ഒരു എന്താ പറയുക, നിങ്ങളോടൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് കൊണ്ടാണ് ശരിക്കും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. കാര്യം ഈ അടുത്ത കാലത്തായിട്ട് സ്കിൻ പ്രോബ്ലംസ് ധാരാളം ഉള്ള ആൾക്കാർ മിക്കവാറും പേർക്കൊക്കെ ഉണ്ട്. അവരൊക്കെ വന്ന് ഇതുപോലെ സ്വന്തമായി വാങ്ങി മരുന്ന് കഴിക്കുക, കുറച്ച് ആശ്വാസം. ഇപ്പോൾ നിങ്ങൾ ഏതൊരു മരുന്ന് കഴിച്ചാലും നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടും, അത് വേറെ കാര്യം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടും. ആ ആശ്വാസം മാത്രമാണ് നിങ്ങളുടെ ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോൾ 2-3 ദിവസത്തേക്ക് നിങ്ങൾക്ക് ശരിക്കും മാറി നിൽക്കും. പിന്നെയും ഇത് വീണ്ടും വരും, അപ്പോഴും ഇത് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യും. അപ്പോൾ ഈ മരുന്ന് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ സൈഡ് എഫക്റ്റ് വന്നേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായി പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കിങ്ങനെ വരുന്നു, എന്താണ് ഈ വന്നേക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന് പ്രോപ്പറായിട്ട് അതിനുള്ള മരുന്ന് കഴിക്കുക. അല്ല നിങ്ങൾ സ്വന്തമായിട്ട് ചെന്നിപ്പോൾ ഒരു മെഡിക്കൽ ഷോപ്പിലും അവർ നിൽക്കുന്നവരാരും ഡോക്ടർമാരല്ല. അവർക്ക് മരുന്നിനെ കുറിച്ചുള്ള A മുതൽ Z വരെയുള്ള കാര്യങ്ങൾ അറിയാം. അത് വേറെ കാര്യം. ഇപ്പം നിങ്ങൾക്ക് ഒരു പനി വന്ന് ഒരു ചൂട് വന്ന് നിങ്ങൾ വന്ന് പാരസെറ്റമോൾ തരാൻ ആർക്കും പറ്റും. അത് കഴിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ജലദോഷം വന്ന് ഒരു കോൾഡ് വന്ന് ഒരു മരുന്ന് മേടിച്ച് കഴിക്കുന്ന പോലെയോ അങ്ങനെയൊന്നുമല്ല. ഒരു പെയിൻ വന്ന് പെട്ടെന്നൊരു തലവേദന വന്നു, ശരി ഒരു പെയിൻ കില്ലർ കഴിച്ചേക്കാം, അത് പെട്ടെന്ന് വന്നാണ്, അല്ലെങ്കിൽ ആ ഒരു അന്ന് അനുഭവിച്ച സ്ട്രെസ്സിനെ കൊണ്ടായിരിക്കാം ആ ഒരു തലവേദന വന്നത്. അങ്ങനെയൊക്കെ കഴിക്കുന്ന പോലെ അല്ല നിങ്ങളൊരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു രോഗത്തിന് മരുന്ന് മേടിച്ച് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇനി സ്കിൻ പ്രോബ്ലംസ് ഉള്ളവർ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നോക്കുക, സ്വന്തമായി മരുന്നിങ്ങനെ മേടിച്ച് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കാതെ നോക്കുക, അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തുക. ഇതൊക്കെയാണ്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. ശരി.